എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉഴുന്നുവട ഉണ്ടാക്കപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. എന്നാലും കുറച്ച് നല്ല രീതിയിൽ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാവിൽ മിക്സ് ചെയ്തിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടു നോക്കും. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഉഴുന്നാണ് കേട്ടോ. അതായത് ബോൾ ഉഴുന്ന്. ഇത് ഫ്രഷായ ഉഴുന്ന് തന്നെ വേണം വാങ്ങാൻ, അല്ലെങ്കിൽ ഉഴുന്നുവടയ്ക്ക് അതിൻ്റെ ആ വീർമത വരില്ല കേട്ടോ. അപ്പോൾ നല്ല ഉഴുന്ന് നോക്കി തിരഞ്ഞെടുക്കണം. പിന്നെ ഈ ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്നറിയാലോ, വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. കുറേശ്ശെയായി ഇട്ടിട്ട് ഓരോ സ്പൂൺ വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്തിട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്ത് തയ്യാറാക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഉഴുന്ന് മാവ് കേട്ടോ ഇങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അത് ഒരുപാട് നൈസായിട്ട് അരയ്ക്കണ്ട, എന്നാലും വെള്ളമില്ലാതെ നല്ലതിൽ അരച്ചെടുക്കണം. എന്നിട്ട് നല്ലോണം നമ്മൾ ഇങ്ങനെ ഇളക്കി പതപ്പിച്ചെടുക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ ഇതാക്കിയിട്ടെടുക്കണം. ഞാനങ്ങനെ കൈകൊണ്ടാക്കി വെച്ചതാണ്. ഇനി ഒന്നും കൂടി ഇളക്കണമെന്ന് മാത്രം സ്പൂണുണ്ട് കേട്ടോ. നന്നായി പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഇതവിടെ വെച്ചേക്കണം. ചെറിയ ഉള്ളി, ഇത് കുറച്ച് ചെറിയ ഉള്ളി നനുക്കൻ അരിഞ്ഞതാണ്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഈ ഇഞ്ചി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അരയ്ക്കേണ്ട സമയത്ത് ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടി ഇത് കൂടെ അരച്ചാൽ മതി. ഞാനിപ്പോൾ ചെയ്യാൻ മറന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും സാധനങ്ങൾ ഈ ഉഴുന്നുവടയിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഈ ഉഴുന്നുവടയിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കണതിന് തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാൻ പാടൂ കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിനൊരു കലിപ്പ് പോലെ വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇളം കയ്പ്പ് പോലെ വരും. അപ്പോൾ അത് കാരണം ചേർക്കണേക്കാൾ തൊട്ട് മുമ്പാണ് ഇതിൽ ഉപ്പ് ചേർത്തിട്ട് ഇളക്കാൻ പാടും. ഇതൊക്കെ കൂടിയിട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചു. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ അത് ചൂടായി വന്നു. ഇനി നമുക്ക് വട ഇട്ട് കൊടുക്കാം. അപ്പോൾ വട ഉഴുന്നുവടയുടെ കാര്യം അറിയാലോ. ആദ്യം ഒന്ന് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇത് മാവ് എടുക്കാൻ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറച്ച് മാവ് എടുത്ത് അങ്ങനെ, അതൊക്കെ അറിയാലോ, ഉണ്ടാക്കണവർക്ക് അറിയാം, ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് പറയണത്. അങ്ങനെ ഒരു ഓട്ടയാക്കിയിട്ട് അങ്ങനെ കൈയൊന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോരോ വടകളായിട്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ മാവ് എടുക്കുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കണം, അല്ലെങ്കിൽ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കും. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ വെള്ളം ഇങ്ങനെ വായിൽ മുക്കിയിട്ട് ഇതിലാക്കുമ്പോൾ ഇതിലത്തെ മാവിൽ വെള്ളം കൂടാനും പാടില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിമില്ലേ, ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഓരോ സൈഡ് ഇങ്ങനെ ഗോൾഡൻ കളർ ആവണ വരെ നമുക്കിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ വടയൊക്കെ നന്നായിട്ട് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കോരിയെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിതിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം ഇതിൽ തൈരിലും അതുപോലെ സാമ്പാറിലൊക്കെ ഇട്ടിട്ട് മുക്കിയിട്ട് കഴിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ചെറുതെടുത്തേക്കണം. ഒരുപാട് വലുതായ പിന്നെ അത് മുക്കിയിട്ടെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അത് കാരണം ഞാൻ ചെറിയ ഉഴുന്നുവടകളാണ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ നല്ല ക്രിസ്പിയായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കി നല്ല പുറത്തുനിന്ന് കണ്ടോ നല്ല ക്രിസ്പി, എന്നാൽ ഉള്ളിലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉഴുന്നുവട ഇതാട്ടോ തയ്യാറായി. കണ്ടോ, പുറം ഭാഗത്ത് നല്ല ക്രിസ്പി, എന്നാൽ ഉള്ളിലോ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതിനി നമുക്ക് സാമ്പാറിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ എങ്ങനെയാ വെച്ചാൽ കഴിക്കാം. അടിപൊളി ഉഴുന്നുവടയാണ്. അപ്പോൾ ഞാൻ ചെയ്ത രീതിയിൽ ആ കൂട്ടുകളൊക്കെ ചേർത്തിട്ട് ഈ ഉഴുന്നുവട ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ളായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.